ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓവറോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റീസണേറ്റ് ആക്കണമെന്നില്ല. നിങ്ങൾ എപ്പോൾ മുതൽ കാണുന്നു അപ്പം മുതലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ എനർജിയിൽ കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. ആൻഡ് ഓൾസോ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇത് ഈ എല്ലാവരുടെ എനർജി ആയിരിക്കും പറയുന്നുണ്ടായിരിക്കുക. ചിലർക്ക് റീസണേറ്റ് ആകില്ല, ചിലർക്ക് അത് റീസണേറ്റ് ആകും. ഓക്കെ, ആൻഡ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെസ്സേജ് ചെയ്തിട്ടിടുക. ഓക്കെ, ആൻഡ് ഓക്കെ, ഓഫ് കോഴ്സ് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇതിലേക്ക് എനർജി കൊണ്ടുവരാം. നിങ്ങളുടെ പേഴ്സണിൻ്റെ പേര് മനസ്സിൽ വിചാരിക്കുക. തേർഡ് പാർട്ടിയുടെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാമെങ്കിൽ അതും നിങ്ങൾ വിചാരിക്കുക. തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ചിലവർക്ക് ഡൗട്ട് മാത്രമായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കാർഡ്സ് എടുത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ച് പറയാം അല്ലേ. ഇത് കുറച്ച് വലിയ കാർഡ്സ് ആയതുകൊണ്ട് കയ്യിൽ ഒതുങ്ങുന്നില്ല. ഓക്കെ, ഓഫ് കോഴ്സ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നല്ല ഗംഭീരമായിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ചിലവർക്ക് ഇവിടെ ടിൻ ഫ്ലെയിംസിൻ്റെ എനർജീസ് നല്ല വ്യക്തമായിട്ടും കാണുന്നുണ്ട്. ടിൻ ഫ്ലെയിം എനർജി കാണുന്നുണ്ട്. ഓക്കെ, വീനസ്. സോ ഇതാണ് കേട്ടോ കാർഡ്സ്. കുറച്ചും കൂടെ കറക്റ്റായിട്ട് വെക്കാം. സോ ഇവിടെ എന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ചില റീഡിംഗ് എടുക്കുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു നോട്ടീസബിൾ ആയിട്ടുള്ളൊരു ഇതൊന്നും തരില്ല യൂണിവേഴ്സ്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എക്സ്റ്റേണൽ പാർട്ടി സിറ്റുവേഷൻ, കാർമിക് പാർട്ട്നേഴ്സ്, ഫ്രണ്ട്സ്, ഫാമിലി എന്ന് കാണിക്കുന്നുണ്ട്. ചിലർക്ക് വർക്ക് അപ്ലിക്കേഷൻസ്. ഓക്കെ, സോ ഇവിടെ ഏറെക്കുറെ നിങ്ങൾക്ക് ചില എനർജീസിൽ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കുറച്ച് ഡൗട്ട് ഉണ്ട്. തേർഡ് പാർട്ടി ഉണ്ടോ, ഇപ്പോഴും ഉണ്ടോ. നിങ്ങളെ പേഴ്സൺ പലരോടും അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ കണക്റ്റഡായിട്ട് നിൽക്കുന്ന നിങ്ങളോട് പല പേഴ്സൺസും വേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആവുന്നില്ല. നിങ്ങളെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, കുറച്ച് പേരോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡിവൈൻ നിങ്ങളുടെ മുമ്പിലേക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എറിഞ്ഞു തന്നിട്ടുണ്ടായിരിക്കാം. ഇങ്ങനൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയുന്ന ഒരു സിറ്റുവേഷൻ നന്നായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ അതിൽ നിങ്ങളെ പാർട്ട്ണർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇല്ല എന്നാണ്. ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്കും അറിയാം, പേഴ്സണും അറിയാം. പക്ഷെ ഇപ്പോൾ അതില്ല, അത് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നില്ല, പാടെ നിർത്തി എന്നുള്ളൊരു സൂചനയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷേ അത് നിങ്ങൾക്ക് വളരെയധികം ഡൗട്ടോട് കൂടിയിട്ട് ഇപ്പോഴും അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, അത് സത്യമാണോ അല്ലയോ എന്ന്.
അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും ആ ഒരു തേർഡ് പാർട്ടി എനർജി നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടിക്കടി എന്താ പറയുക, അവിടെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷേ കൂടുതലും നിങ്ങളുടെ പേഴ്സണോട് അവരാണ് ഇങ്ങോട്ടേക്ക് വന്ന് കോണ്ടാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ അവിടെ എന്താ പറയുക, അവരായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അങ്ങോട്ട് പോയി കോണ്ടാക്റ്റ് ചെയ്യുക, കാണുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളും കാണുന്നില്ല. അവരാണ്, തേർഡ് പാർട്ടിയാണ് നിങ്ങളെ പേഴ്സണെ കൂടുതലായിട്ടും ഇങ്ങോട്ടേക്ക് കണക്റ്റഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കുറേ പേർക്ക് ഇവിടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ മനസ്സുകൊണ്ട് വളരെയധികം ഡിസ്റ്റൻസും കാണുന്നുണ്ട്. ഒരു സോളിൻ്റെ, നിങ്ങൾ രണ്ടുപേരുടെ സോളിൻ്റെ വല്ലാത്തൊരു ഫീലിങ്സ് വൈസ് ഉള്ളൊരു ഡിസ്റ്റൻസ് രണ്ടുപേർക്കും ഇടയിൽ കാണുന്നുണ്ട്. രണ്ടുപേരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ഈസ് ദ മെയിൻ പ്രശ്നം. ഓക്കെ, പ്രോബ്ലം. എന്നാൽ പോലും എന്താ പറയുക, നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് വിട്ടുപോകാനായിട്ടും പറ്റുന്നില്ലാത്തൊരവസ്ഥ. നിങ്ങൾക്കതറിയാം, അവർക്ക് തേർഡ് പാർട്ടി ഉണ്ട്, അവരിങ്ങനെ ചീറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. പക്ഷേ എങ്കിലും നിങ്ങളുടെ സോളും ഇതിൽ നിന്ന് വിട്ടു പോകുന്നില്ല, അവരുടെ സോളും ഇതിൽ നിന്ന് വിട്ടു പോകുന്നില്ല. രണ്ടുപേരും കണക്റ്റഡ് ആയിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നല്ല പേടിയുണ്ട്, ഈ പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായിട്ടും വിട്ടിട്ട് തേർഡ് പാർട്ടിയുടെ കൂടെ പോകുമോ, നിങ്ങളെ ഉപേക്ഷിക്കുമോ എന്നുള്ളൊരു പേടി നന്നായിട്ടുണ്ട്. കാരണം ആ ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ് നിങ്ങൾ പേടി, ആൻസൈറ്റി നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഓവർ തിങ്കിങ്, നെഗറ്റീവ് ഔട്ട്ലുക്ക്, ഫിയേഴ്സ്, അതാണ് നന്നായിട്ട് ഇവിടെ നിങ്ങളുടെ എനർജിയിൽ കാണിക്കുന്നത്. നിങ്ങളിൽ നിന്നും തേർഡ് പാർട്ടിയെ ആയിട്ട് കൂടെ പോകുമോ എന്നുള്ളൊരിതൊക്കെയാണ്. ഓക്കെ, സോ പലരും ഇതിൻ്റെ ഒരു സിറ്റുവേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് നന്നായിട്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു റിട്രീറ്റ്, അതായത് നിങ്ങളുടെ ഒരു ഈ റിലേഷൻഷിപ്പിൽ ഇതിപ്പോൾ ഒന്നാമത്തെ പ്രാവശ്യമായിട്ടല്ല കാണുന്നത്. പലതവണ ഇതേ പേരും പറഞ്ഞ് നിങ്ങൾ ഒരുപാട് വഴക്കടിച്ചിട്ടുണ്ട്, ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ട്, റിലേഷൻഷിപ്പ് ടോട്ടലി എൻഡപ്പ് ആക്കിയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എഗെയിൻ നിങ്ങൾ എന്തുകൊണ്ടൊക്കെയോ എങ്ങനെയൊക്കെയോ റീകണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇമോഷണലി എന്താ പറയുക, ഭയങ്കരമായിട്ട് കണക്ഷൻ ഉണ്ട്, എന്നാൽ ഫിസിക്കൽ ഡിസ്റ്റൻസ് നന്നായിട്ടുണ്ട്. എന്നാൽ സോളിൻ്റെ ഒരു ഫീലിങ്സ് വൈസുള്ള ഒരു ഡിസ്റ്റൻസും ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഓക്കെ, എടുത്തോ പത്തോ എന്നും പറഞ്ഞിട്ട് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ഇതെല്ലാ സിറ്റുവേഷൻസും നന്നായിട്ട് തന്നെ അറിഞ്ഞിട്ട് പോലും ഒരുപാട് ലിമിറ്റേഷൻസിന് ഉള്ളിൽ നിൽക്കുന്ന വ്യക്തികളായിട്ടാണ് നിങ്ങളെ എനർജിയിൽ എനിക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഒരുപാട് ഫോഴ്സ്, നിങ്ങളെ തന്നെ ഫോഴ്സ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നൊരവസ്ഥ. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിലല്ല, മുന്നോട്ടേക്ക് ഓരോ ദിവസവും നിങ്ങളെ തന്നെ ഫോഴ്സ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണ്. ഓക്കെ, ആൻഡ് ഇതിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര്, ഓക്കെ, തേർഡ് പാർട്ടീസ് എന്ന് പറയുന്നവർ അവരുടെ കാർമിക് പാർട്ട്നേഴ്സാണ്. അതായത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കാർമിക് ആയിട്ടുള്ള പാർട്ട്നേഴ്സായിട്ടാണ് എനർജി വരുന്നത്. ഓക്കെ, ഏറെക്കുറെ പേർക്കും അത് ഞാൻ പറയാം. ചിലർക്ക് വർക്ക് പ്ലേസിൽ, ഓക്കെ, വർക്ക് പ്ലേസ് എന്ന് കാണിക്കുന്നുണ്ട്, എനർജി കിട്ടുന്നതാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആർക്കൊക്കെയാണോ എനർജി കണക്റ്റഡ് ആകുന്നത് അവർക്കായിരിക്കും കേട്ടോ. ചിലർക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള തേർഡ് പാർട്ടി എനർജി കാണിക്കുന്നുണ്ട്. ചിലവർക്ക് അത് ഫ്രണ്ട്സായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലി ആയിട്ടും കാണിക്കുന്നുണ്ട്. ഫാമിലി ഭയങ്കര പ്രശ്നമായിട്ട് തന്നെ നിങ്ങൾക്കിടയിൽ വന്ന് നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ള ഒരു എനർജി എനിക്ക് കിട്ടുന്നത്. അതിൽ ഈ പറയുന്ന വർക്ക് റിലേറ്റഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിലും ഫ്രണ്ട്സായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളടുത്ത് പറയുന്നുണ്ടായിരിക്കും ചിലപ്പോൾ അതെൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പേ ഉള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഫ്രണ്ട്ഷിപ്പിൽ കവിഞ്ഞ് ഒരു എനർജി നമുക്ക് അവിടെ കാണാൻ ഓഫ് കോഴ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷേ അത് കാർമിക്കാണ്. അതിൽ നിന്നും നിങ്ങളുടെ പേഴ്സണ് എന്തുകൊണ്ടോ ഒരു കർമ്മ കിട്ടാനുണ്ട്. ഓക്കെ, അത് കിട്ടിക്കഴിയുമ്പോൾ അവർ നിങ്ങളുടെ പിന്നാലെ വാലും ചുരുക്കി വന്ന് നിന്നോളും. അത് ഏറെക്കുറെ നിങ്ങളുടെ വാല്യൂ കൂടെ മനസ്സിലാക്കാനുള്ളൊരു കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവർ ഫ്യൂച്ചറിൽ മനസ്സിലാക്കുകയും ചെയ്യും എന്തായിരുന്നു സിറ്റുവേഷൻ, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. ഇവിടെ എനർജിയിൽ വരുന്നത് നിങ്ങൾക്ക് ഭയങ്കര ലോ എനർജി ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സെൽഫ് ക്ലെൻസിങ് ആവശ്യമാണ്. അതായത് ഡെയിലി പോയിട്ട് കുളിക്കുക, ക്ലീൻ ആവുക,
അതല്ല ഞാൻ പറയുന്നത്, അത് വേണം. ഓക്കെ, ഓഫ് കോഴ്സ് അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ചിലർക്ക് അതിനൊന്നും ഒരു താല്പര്യമേ ഇല്ല, ജീവിക്കാൻ പോലും താല്പര്യമില്ലാത്തൊരു എനർജിയാണ്, ലോ എനർജിയാണല്ലോ നിൽക്കുന്നത് ഇവിടെ. കുറേ പേർക്ക് അങ്ങനെയാണ് കാണിക്കുന്നത്. ഓരോ ദിവസവും ഞാൻ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് നിങ്ങളെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഉറക്കമില്ലായ്മ, ഭയങ്കരമായിട്ട് ഉറക്കമില്ലായ്മ, ഭക്ഷണം പോലും വെള്ളം പോലും മര്യാദയ്ക്ക് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ, അത്രയും നിങ്ങളുടെ മനസ്സിൽ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചുറ്റിലും പലരും ഉണ്ടെങ്കിൽ പോലും നിങ്ങളൊരു ഒറ്റപ്പെട്ടൊരവസ്ഥ, എലോൺ, അതിവിടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ റീചാർജ് ചെയ്യണം. ഓക്കെ, സെൽഫ് ക്ലെൻസിങ്, മനസ്സിനെയും നിങ്ങളുടെ ചക്രാസ്, നിങ്ങളുടെ എല്ലാം തന്നെ ക്ലെൻസ് ചെയ്തെടുക്കാനാണ് പറയുന്നത്. ഓക്കെ, അവിടെയും ഒരുപാട് നെഗറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങളിൽ ചുറ്റുവലയം ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ തരത്തിലും പ്രോബ്ലംസിനെയാണ് നിങ്ങൾ ഡെയിലി അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയോട് സംസാരിക്കായിരിക്കും, അവരുമായിട്ട് മിണ്ടുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നൊക്കെ ആയിരിക്കും. സോ ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സ് തിങ്ക് ചെയ്ത് അത് മാനിഫെസ്റ്റ് ചെയ്യാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് അതാണ് നിങ്ങളിലേക്ക് വരിക. ഓക്കെ, നല്ല കാര്യങ്ങളെ മാത്രം അട്രാക്റ്റ് ചെയ്യുന്നതല്ല ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. കൂടുതലും അതിലൊരു വിഷ്വലൈസേഷനാണ് വരുന്നത്. അപ്പോൾ വിഷ്വലൈസേഷൻ നിങ്ങൾ ഓവർ തിങ്കിങ്ങിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തേർഡ് പാർട്ടി എനർജീസാണ്. അപ്പോൾ ഡേ ബൈ ഡേ അതിനെ കൂടുന്ന തരത്തിലുള്ളൊരു എനർജിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സോൾമേറ്റ് കണക്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളത് വിട്ടുപോകും, അവർ നിങ്ങളെ വിട്ടുപോകുന്നൊന്നും പേടിക്കേണ്ട. കാരണം നിങ്ങളുടേത് സ്ട്രോങ് സോൾമേറ്റ് കണക്ഷനും നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത് കാർമിക് ആയിട്ടുള്ള കണക്ഷനുമാണ്. ഇവിടെ നമുക്ക് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. എക്സ്റ്റേണൽ പാർട്ടി എന്ന് കാർഡ്സ് ഇവിടെ കാണിക്കുന്നത് തന്നെ കാർമിക് പാർട്ട്ണർ എന്നാണ് ഫസ്റ്റ് പറയുന്നത്. നിങ്ങളുടെ എനർജിയിൽ കാണിക്കുന്നത് ഇവിടെ ടിൻ ഫ്ലെയിംസിൻ്റെ എനർജിയും സ്ട്രോങ് സോൾമേറ്റ് എന്നായിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങൾക്ക് തമ്മിൽ ടെലിപ്പതിക്കായിട്ടുള്ളൊരു എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ പോസിബിളായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഡിവൈൻ കണക്ഷനാണ്, സ്പിരിച്വൽ കണക്ഷനാണ്. സോ സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അതൊരു ഈസി ഗോയിങ് ആയിരിക്കില്ല. അതിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് കാർമികമായിട്ടുള്ള കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ കാർമികമായിട്ടുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നവർക്കാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് കോഡ് കട്ടിങ് നിങ്ങൾ ചെയ്യുക. കോഡ് കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുണ്ട്. നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് നിങ്ങൾക്കൊരു പേഴ്സണെ ആവശ്യമില്ല എങ്കിൽ, അതിപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള പേഴ്സൺ ഉണ്ടെങ്കിൽ അവരെയും നമുക്ക് അവരുമായിട്ടുള്ള എന്താണോ സോൾ കോൺട്രാക്റ്റ് ഉള്ളത് അത് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അതുപോലെ തന്നെയാണ് കാർമിക് കോഡ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളെ പേഴ്സണുമായിട്ട് ഒരുപാട് കാർമിക് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ കാർമിക് എനർജി നിങ്ങൾക്ക് കോഡ് കട്ടിങ്ങിലൂടെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. സോ അങ്ങനെ കോഡ് കട്ടിങ്ങിലൂടെ മാറ്റുമ്പോൾ നിങ്ങളുടെ അത്രയും ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലെ ഈ പ്രോസസ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രോബ്ലംസും പ്രശ്നങ്ങളൊക്കെ അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണും എല്ലാവരും ഈസി ആയിട്ട് തിരികെ വരും. തേർഡ് പാർട്ടി അവിടെ റിമൂവലായിട്ട് പൊക്കോളും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ചെയ്യാം. കോഡ് കട്ടിങ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അറിയാത്തവർ ഒറ്റയ്ക്കൊന്നും പോയി ചെയ്യാതിരിക്കുക. അതൊക്കെ നെഗറ്റീവായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ചിലവർക്ക് നെഗറ്റീവായിട്ടുള്ളൊരു ഫലം തരും, അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ അവരുടെയും ആ തേർഡ് പാർട്ടി കണക്ഷനുമായിട്ട് കാണിക്കുന്നുണ്ട് അവിടെ ഒരു കുറച്ച് ഫിനിഷിങ് അല്ലാത്ത രീതിയിലുള്ളൊരു ഡെപ്റ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷൻ. ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഓഫ് കോഴ്സ് ഇവിടെ ഞാൻ പറഞ്ഞു ഒരുപാട് ലിമിറ്റേഷൻസും റെസ്ട്രിക്ഷൻസും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുണ്ട്. അങ്ങനൊരു എനർജി കിട്ടുന്നുണ്ട്. ആൻഡ് വേറൊരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഓവർ പൊസസീവായിട്ടാണ് നിൽക്കുന്നത്, കുറച്ച് റെസ്ട്രിക്റ്റീവായിട്ടാണ് ആ പേഴ്സൻ്റെ അടുത്ത് നിൽക്കുന്നതെന്നും കൂടി കാണിക്കുന്നുണ്ട്. വളരെ ചെറിയൊരു എനർജിയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്, കുറച്ച് ഓവർ പൊസസീവ് ആണ് എന്നുള്ളത്. ഓക്കെ, ആൻഡ് കാർമിക് പാർട്ട്ണർ അങ്ങനെയല്ല, അവിടെ കുറച്ചൊരു ലിബറലായിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ. പക്ഷേ ഇവിടെ നമുക്ക് 100% നമുക്ക് പറയാനായിട്ട് സാധിക്കും, ടൈം ആകുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ പറഞ്ഞ തേർഡ് പാർട്ടിയെ അവിടെ നിന്ന് കർമ്മ അനുഭവിച്ചുകൊണ്ട്
നിങ്ങളിലേക്ക് വരുന്നതാണ്. ഈ ടൈം ആവുമ്പോൾ എന്ന് പറയുന്ന ടൈമിനാണ് പ്രശ്നം. ടൈം ചിലപ്പോൾ ഇവിടെ നിന്ന് കുറച്ചധികമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. മേ ബി മോർ ദാൻ 5 years അത്ര തന്നെ ടൈം അവർക്ക് ആ ഒരു കർമ്മയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ ലേണിംഗ് ആണ്, ലെസൺസ് ലേണിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നിങ്ങൾക്ക് തമ്മിൽ ഇനി ഒരുപാട് കോൺഫ്ലിക്ട്സും കോമ്പറ്റീഷൻ ടൈപ്പ് ഓഫ് ഒരു ലവ് റിലേഷൻഷിപ്പൊക്കെ ആർഗ്യുമെൻറ്റ്സ്, ഹാർഷായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അതായത് രണ്ടുപേരുടെ മനസ്സ് നോവിക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. ഓൾറെഡി ഉണ്ടായിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. രണ്ടുപേരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അവർ നിങ്ങളെ എന്ത് പറഞ്ഞാലും, ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ പോലും നിങ്ങൾക്കത് കുത്തിക്കൊല്ലണേന് സമമായിരിക്കും. അങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു ചെറിയ വാക്ക് ഒന്ന് വെച്ചിട്ട് പോയേ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ തിരക്കുണ്ടൊന്ന് വെച്ചിട്ട് പോ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടാകും. ബാക്കി ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ ഇത്രയും മനസ്സിലേക്ക് എടുക്കില്ല. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളത് ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് എടുത്ത് അന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് ഫ്ലോപ്പ് ആയിരിക്കും. അന്നത്തെ ദിവസം മാത്രമല്ല, ആ പേഴ്സൺ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരണ വരെ അതൊരു ബുദ്ധിമുട്ടിലായിരിക്കും മനസ്സുകൊണ്ട് നടക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ. ഓക്കെ, ഈ പേഴ്സണെ കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളെ ക്യാരക്ടറിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഭയങ്കര ഒബ്സസീവ് ആവുക, ഒരുമാതിരി ഭ്രാന്തമായിട്ടുള്ളൊരു സ്വഭാവം, ഭയങ്കരമായിട്ടുള്ളൊരു ആവശ്യമില്ലാത്തൊരു വാശിയോ അല്ലെങ്കിൽ ഒരു ഭ്രാന്തമായിട്ടുള്ളൊരു മെൻ്റലി ഭയങ്കരമായിട്ട് സ്റ്റേബിൾ അല്ലാത്തൊരവസ്ഥയിൽ കൂടെയൊക്കെ നിങ്ങൾ ഇപ്പോൾ പോകുന്നൊരു എനർജി കുറേ പേർക്കൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ടിയേഴ്സാണ് കൂടുതലും, കണ്ണീര്, വെള്ളം. നമുക്കിവിടെ വാട്ടർ സൈൻ ഒരുപാട് കാണിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ആ ഒരു സൈൻ, ഒരുപാട് കണ്ണീര് നിങ്ങൾ വേസ്റ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, സോ അവിടെ എന്തായാലും ആ തേർഡ് പാർട്ടിയിൽ ഇപ്പോൾ കണക്റ്റഡായിട്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ഒരു ലവ് ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ചിലവർക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നല്ല രീതിയിലുള്ളൊരു ഇത് ബാക്കോട്ട് വരുന്നുണ്ട് അവർ. ചില തേർഡ് പാർട്ടീസിൽ എനർജിയിൽ കാണുന്നത്, ചില തേർഡ് പാർട്ടീസിൽ ഭയങ്കരമായിട്ടുള്ളൊരു ബ്ലാക്ക് എനർജി യൂസ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങളെ പേഴ്സണെ പിടിച്ച് വെച്ചിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. അവരുടെ കേസിലൊക്കെയാണ് ഈസി ആയിട്ട് തിരികെ വരാനുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് കാണിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരുടെ കേസസിലും ഇതെന്തായാലും തിരികെ വരാനുള്ളതാണ്. പക്ഷെ ഇത്ര വർഷം കാണിക്കുന്നുണ്ട് അവർ തമ്മിലുള്ളൊരു കോൺട്രാക്റ്റിൽ. സോ അതെല്ലാം നമുക്ക് ഈ കോഡ് കട്ടിങ്ങിലൂടെ വളരെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം നിങ്ങളുടെ ആ ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ടല്ലോ, അതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നെഗറ്റീവ് കാർമിക് എനർജിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കാർമിക് എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണിൻ്റെയും നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ പേര് നിങ്ങൾക്കറിയാമെങ്കിലും അവരുടെ തമ്മിലുള്ള സോൾ കോൺട്രാക്റ്റും വിത്ത് ഡിവൈൻ പെർമിഷൻ നമുക്ക് കട്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. പക്ഷേ എല്ലാവർക്കും ഞാനത് പറയുന്നൊന്നുമില്ല. ചില വ്യക്തികളുടെ കേസസുകളിൽ ഡിവൈൻ പെർമിഷൻ തരില്ല. ഇല്ല, ഈ ഒരു കണക്ഷൻ നിർത്തേണ്ടതാണ് കുറച്ച് നാളും കൂടിയും, അതവിടെ പോയിക്കോട്ടെ. പക്ഷേ നിങ്ങളുടെ ഒരു കാർമിക് എനർജി കട്ടാക്കുന്നതോടുകൂടി തന്നെ അതവിടെ പോസിബിളായിട്ടും നന്നായിട്ട് തന്നെ റിമൂവ് ആയിട്ട് പോകുന്നതുമായിരിക്കും. ഓക്കെ, സോ വിത്ത് ഡിവൈൻ പെർമിഷൻ മാത്രമേ നമ്മൾ എന്തും ചെയ്യുള്ളൂ. ഡിവൈൻ പെർമിഷൻ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചെറിയൊരു റീഡിങ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല എപ്പോഴും. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ളൊരു റീഡിംഗ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തന്നെ ഡിവൈനാണ്. നിങ്ങൾ കണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഓക്കെ, ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതും കൂടിയാണ് കേട്ടോ. കോഡ് കട്ടിങ്ങോ പേഴ്സണൽ റീഡിംഗ് ഒക്കെ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം, മെസ്സേജ് ചെയ്യുക എന്താണ് ആവശ്യം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.